ഭാര്യ എന്നത് വീട്ടിലെ അതിഥിയല്ല, ജീവിതകാലം മുഴുവനും കൂടെയുള്ള കൂട്ടുകാരിയാ. അവൻ വാങ്ങിത്തന്ന സാരിയാ. ഇത് എടുത്തുകൊണ്ട് ചെന്നില്ലെങ്കിൽ അവനിക്കൊരു മോശമാണ്ട. ഇത് തന്നെ എടുത്തുകൊണ്ട് പോവാം. കൊള്ളാമല്ലേ? ഇത് കൊള്ളാമല്ലേ? നല്ല സാരി അവൻ വാങ്ങിത്തന്നതാന്ന്. കൊള്ളാം. നീ പോവാൻ തന്നെ തീരുമാനിച്ചാ? ഒന്ന് പോയിട്ട് വരട്ടെ, മക്കളെയൊക്കെ കണ്ടോളാൻ വയ്യ. എന്തൊരു കൊതി. ഞാനാണെങ്കിൽ ഇന്നലെ ഒരു സ്വപ്നവും കണ്ട്. എനിക്ക് അപ്പോഴത്തൊട്ട് തോന്നിയത് എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒന്ന് കണ്ടോളാൻ വയ്യ. മക്കള് അവര് നമ്മളൊന്ന് കാണാനുള്ളല്ലേ? അവർക്ക് അതിന് സമയം വേണ്ടേ? അവര് പല ജോലിയിലും തിരക്കിലും ഒക്കെ അല്ലേ. നമ്മൾ അങ്ങനെ വാശി പിടിച്ചോണ്ട് ഇന്നാ ശരിയാവുമോ? നിങ്ങൾക്കൂടെ വരാമായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് വരാം. 2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. വരുമോ? എന്തായാലും ഞാനില്ല. അവർക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ അവര് നമ്മളെ ഒന്ന് കാണത്തില്ലേ? എത്രയോ നാളായി അവരൊന്ന് നമ്മളെ കണ്ടിട്ട്. അത് സാരമില്ല, അവർക്ക് ജോലി തിരക്കല്ലേ. നമ്മൾ അതും കൂടെ ആലോചിക്കണ്ടേ? അവര് ജോലിയായി, അവരോരോ സ്ഥലങ്ങളിലായി, മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടല്ലേ? നമുക്കും അങ്ങോട്ട് പോയി കാണാനല്ലേ? നമ്മളും ആ പിടിവാശിയിലൊന്നും നിൽക്കണ്ട. ഒന്ന് വാ, നമുക്ക് 2 ദിവസമല്ലേ. നാളെ മറ്റന്നാൾ ഓരോരുത്തരുടെ വീട്ടുകളിൽ പോയിട്ട് നമുക്കിഞ്ഞ് വരാം. ഓരോ മക്കളെ ഒന്ന് കാണാനല്ലേ. എനിക്ക് എൻ്റെ മക്കളെ അങ്ങ് കണ്ടോളാൻ വയ്യ. എത്ര നാളായി. ഒന്ന് വരുമോ? ഞാനില്ല. ആഹാരമെല്ലാം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സമയത്ത് കഴിക്കണം. ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അടുപ്പിലോട്ട് എടുത്ത് വെച്ചാൽ മതി. ചൂടാക്കി കഴിക്കണേ, സമയത്ത് കഴിക്കണേ. പിന്നെ മരുന്നും കൂടെ എടുത്ത് കഴിക്കണേ. ഓട്ടോക്കാരൻ്റെ പറഞ്ഞായിരുന്ന ഒരു അരമണിക്കൂറിന് ഓട്ടോക്കാരൻ വരും. ഞാൻ അവിടെ ഒരു ചാക്ക് കെട്ടിനകത്ത് കുറച്ച് ചക്കയും മാങ്ങയൊക്കെ പറക്കി വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ വണ്ടിയിലെടുത്ത് വെച്ച് തരാം. എനിക്കത്ര താല്പര്യമൊന്നുമില്ല. മക്കൾ ഇവിടെയല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ അവർ മാറിയത്. അത് അന്നത്തെ സാഹചര്യമല്ലേ. അവർക്ക് ചിലപ്പോൾ എൻ്റെ ചില സ്വഭാവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോൾ 1 ദിവസം 2 ദിവസം അല്ലേ. മരുമക്കളല്ലേ, പല വീടുകളിൽ നിന്ന് വന്നേല്ലേ. ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാ. അവർക്ക് എന്തൊക്കെയോ ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മാറുമായിരിക്കും. കുഴപ്പമില്ല. നമ്മൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ? നമ്മളും കൂടെ പിണങ്ങിയിരുന്നാലേ അതൊരു പിണക്കമായി മാറും. ഇടയ്ക്ക് പിണക്കമൊന്നുമില്ല, വിളിക്കാറും സംസാരിക്കാറും എല്ലാം ഉണ്ട്. എങ്കിലും എനിക്കിന്ന് ചെല്ലുകയും കാണുകയൊക്കെ വേണം എൻ്റെ മക്കളെ. കണ്ണങ്ങ് കൊതിക്കുന്നു. പിന്നെ കുറച്ച് പൈസ തരുമോ? അവൻ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാനാ. അവർക്ക് എന്തോ ചോക്ലേറ്റാ, ഡയറി മിൽക്കാ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ എൻ്റെ ഇന്നാൾ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. നിങ്ങൾ വാങ്ങി തന്നു വിട്ടയാന്ന് ഞാൻ പറയാമേ. എന്നിട്ട് പറയണം അടുത്ത മാസം ഒരു 2 ദിവസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാനും പറയാം. നിങ്ങൾ അതുവരെ ശ്രദ്ധിക്കണേ. ഞാൻ പെട്ടെന്ന് വരാം. മോനിവിടെ ഉണ്ടായിരുന്നല്ലേ. പറഞ്ഞിരുന്നെങ്കിൽ അവൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നതന്നെയായിരുന്നു. മോനെ മോനെ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്ന് കാണണമെന്ന് തോന്നി വന്നടാ. എത്ര നാളായിട്ട് കൊതിക്കുന്നയാ. നിങ്ങൾക്കോ വരാൻ സമയമില്ല, പിന്നെ ഞാൻ വരണ്ടേ? ഒറ്റയ്ക്ക് വന്നോളൂ. വാപ്പ വന്നില്ല. വാപ്പ പിന്നെ അവിടെ ഇങ്ങനെ വീടൊക്കെ ഇട്ടിട്ട് വരും. അതുകൊണ്ട് വാപ്പ വന്നില്ല. വാപ്പയുടെ സ്വഭാവം അറിയല്ലേ, ചില വാശികളൊക്കെ. അത്രേ ഉള്ളൂ. മോനെ ഇത് അകത്തോട്ട് എടുത്ത് പോയി. കുറച്ച് ചക്കയും മാങ്ങയൊക്കെയാ. അതൊക്കെ എന്തിനാ? അകത്തൊന്നും കൊണ്ടുവരണ്ട, പുറത്ത് എവിടെയെങ്കിലും വെച്ചിരുന്നാ മതി. ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. അതിന്റെ നാറ്റം ഈ മക്കൾക്ക് ഇഷ്ടമല്ല. അടുത്ത് തന്നെ വെച്ചേക്കാം, കുഴപ്പമില്ല. പുറത്ത് തന്നെയൊക്കെ ഉണ്ട്, അകത്തോട്ട് കയറാം. വരുമ്പോ ഒന്ന് വിളിക്കായിരുന്നു. വിളിച്ചിട്ട് വരാൻ വരാം. എന്നാലേ ഒരു സ്വപ്നം കണ്ടുപോനെ. നിന്നെക്കുറിച്ച് എന്തൊക്കെയോ വല്ലാത്ത സ്വപ്നങ്ങൾ കണ്ടപ്പോൾ മനസ്സിനൊരു ആദി. അത് രാവിലെ തന്നെ വാപ്പ ട്രെയിൻ ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഇനി പോരുന്നു. പാപ്പായ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇച്ചിരി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വരാതിരുന്നതാ. മോളെ മകിച്ച് കുടിക്കാൻ വെള്ളം കൊണ്ടെത്താം. ഒന്ന് കണ്ണുറച്ച് കാണണ്ടേ? നിങ്ങൾക്കോ വരാൻ സമയമില്ല. പാപ്പ എത്ര നാളായിട്ട് പറയുന്ന മക്കളെ ഒന്ന് കാണണമെന്ന്. ഒന്നിനും സമയമില്ലമ്മ, കുറച്ച് തിരക്ക്. അതും പാപ്പ പറഞ്ഞു. പാപ്പ അടുത്തുമ്മ പറഞ്ഞു ജോലി തിരക്കല്ലേ നമുക്ക് 2 ദിവസം.
മക്കളൊക്കെ എവിടെ മോനെ? അവര് അവളെ സുഖമാണ്. വെള്ളം സുഖം. ഇത് ഇവിടുത്തെ ജോലിക്കാർക്ക് കൊടുക്കുന്ന പാത്രമല്ലേ? ആരാണോ ഉമ്മാക്ക് നീ? വെള്ളത്തിന്റെ സ്മെല്ലായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെയാണ്. അത് ഉമ്മ അത് ഒരു വല്ലാത്ത നാറ്റം. നീ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. മക്കളെപ്പോ വരും? അത് ഉമ്മ വന്നാലേ ഉള്ളൂ. ഉമ്മ അവിടെ ഇരിക്കും, റെസ്റ്റ് എടുക്കേ. ഞാൻ എന്താ വരുന്നേ? ഉമ്മ ഡ്രസ്സൊക്കെ അങ്ങ് മാറിക്കോ. ഞാൻ എന്താ വരുന്നത്? വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നല്ലേ? വരണ്ടായിരുന്നു. എൻ്റെ മക്കളെ കാണാനല്ലേ വന്ന്. അവൾക്ക് ഞാൻ വന്ന് ഒട്ടും ഇഷ്ടപ്പെട്ടു. എന്തായാലും നാളെ പോവാം. എന്തായാലും 2 ദിവസം മക്കളോട് എന്നിട്ട് പോവാം. മക്കളെയൊക്കെ കാണുമ്പോൾ ആ ഒരു സന്തോഷം. സാരി അയ്യോ ആ ചാക്കിനകത്തിരിക്കുവാണല്ലേ എൻ്റെ മാറ്റി കൊടുക്കാനുള്ള തുണി. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അവരുള്ളപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്തായാലും വന്നില്ലേ, നേരം വിളിക്കട്ട്. നീ നേരം വിളിക്കുന്നിട്ട് മറ്റൊന്ന് ക്ഷമിക്കേ. എന്താ അമ്മ? എന്താന്ന് നിനക്കറിയില്ലേ, പണ്ട് ഇത് തന്നെ ഞാൻ മാറാൻ തീരുമാനിച്ചത്. ഒളിഞ്ഞു നോട്ടം. നമ്മൾ എവിടെ സംസാരിക്കുന്ന അപ്പോഴവിടെ വരും. നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. അതിതുവരെ മാറിയിട്ടില്ല. അത് തന്നെ. മോനെ കുഞ്ഞുങ്ങളിപ്പോൾ വരുമോ? അല്ല, ഉമ്മാക്ക് വൈകിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു പോകാൻ. ഇല്ല, അവർ 8 മണിയാവും. പാപ്പ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഉമ്മ മക്കളെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. ഉമ്മ ഇന്ന് തന്നെ പോന്നോ? സ്റ്റേഷനിലോട്ടാക്കണോ? വേണ്ട, ഇവിടുന്ന് ഓട്ടോ കിട്ടുമല്ലോ, ബസ് കിട്ടുമല്ലോ. ഉമ്മ വന്ന കണക്കങ്ങ് പോയിക്കോളാം. പൈസ വല്ലതും വേണോ? ഇല്ല, ആ ചാക്കിനകത്തിരിക്കുന്ന ചക്കയും മാങ്ങയൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ. മക്കള് വന്ന കണ്ടിട്ട് ഉമ്മ പോകുന്നെങ്കിൽ അതുവരെ ആകുമ്പോഴത്തേക്കും ട്രെയിൻ പോവില്ല മോനെ. ഇനി വരുമ്പോൾ കാണാം. ഉമ്മ പോട്ടെ എങ്കിൽ. നീ ഇന്ന് തന്നെ അങ്ങ് വന്നാ? ഞാൻ കരുതി 2 ദിവസം കൂടി അവിടെ നിൽക്കുമെന്ന്. നമ്മൾ വളർത്തിവിട്ട മക്കൾക്ക് നമ്മളൊരു ഭാരമാവും. ഞാൻ കരുതി അവൻ 2 ദിവസം കൊണ്ടോണ്ട് നിൽക്കാൻ പറയുമെന്നാ. പക്ഷെ അവനിക്ക് എന്നെ പറഞ്ഞു വിടുന്നതിലായിരുന്നു ധൃതി. നീ എന്തിനാ അവരെ സ്നേഹം തേടി നടന്നത്? ഞാനിവിടെ ഉണ്ടല്ലേ. നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ബാക്കിയുള്ള ജീവിതം നമുക്ക് വേണ്ടി ജീവിക്കാം. ഞാൻ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് നടന്നു. നിങ്ങൾക്ക് തന്റെ സ്നേഹം പോലും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചത്. പക്ഷെ അവര് നിനക്ക് ഞാനുണ്ട്, നമുക്ക് നമ്മൾ മാത്രം മതി. മക്കളെന്നും പറഞ്ഞോടി അവർക്കാണ് കൂടുതൽ സ്നേഹം കൊടുത്തത്. അവസാനം നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് നീ ഇപ്പോഴാ മനസ്സിലായത്. നമുക്ക് നമ്മൾ മാത്രമേ തുണയായിട്ടുള്ളൂ. ഭാര്യ എന്നത് വീട്ടിലെ അതിഥിയല്ല, ജീവിതകാലം മുഴുവനും കൂടെയുള്ള കൂട്ടുകാരിയാ. എല്ലാവരുടെ ജീവിതാവസാനം അങ്ങനെയൊക്കെ തന്നെയാണ്. നീ ആഹാരമൊക്കെ കഴിച്ചാ? വാ. നിങ്ങൾ പറഞ്ഞ ശരിയാ. അവർക്ക് നമ്മളൊരു ഭാരമായതുകൊണ്ട് അവരിവിടുന്ന് മാറിയത്. അത് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ഇനി നീ എവിടെയും പോകരുത്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി.